ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 10% അധിക തീരുവ ചുമത്തി വ്യാപാര യുദ്ധം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അതേ നാണയത്തിൽ തന്നെ അമേരിക്കയ്ക്കും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കൽക്കരിക്കും ദ്രവീകൃത പ്രകൃതിവാതകത്തിനും 15%, അതുപോലെ എണ്ണയ്ക്ക് 10% ചൈന തീരുവ ഏർപ്പെടുത്തുകയുണ്ടായി. അമേരിക്ക ആസ്ഥാനമായ ആഗോള സെർച്ച് എഞ്ചിൻ ഭീമൻ ഗൂഗിളിനെതിരെയും വിശ്വാസവഞ്ചനയ്ക്ക് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25%, അതുപോലെ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% തീരുവ പ്രഖ്യാപിച്ചിരുന്നത്. ഇതിന് പിന്നാലെ മെക്സിക്കോയും കാനഡയും അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് സമാനമായ രീതിയിൽ തീരുവ ഏർപ്പെടുത്തുകയുണ്ടായി. ഇരു രാജ്യങ്ങളും ശക്തമായി പ്രതികരിച്ചതോടെയാണ് ട്രംപ് തന്റെ നിലപാട് കുറച്ച് മയപ്പെടുത്തിയത്. മാത്രമല്ല, അധിക തീരുവ പ്രാബല്യത്തിലാകുന്നത് 30 ദിവസം വൈകിപ്പിച്ചായിരിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ടെങ്സ്റ്റൺ അടക്കമുള്ള ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രിക്കാനും ചൈന തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ചൈനയുമായി വ്യാപാര യുദ്ധം തുടങ്ങിയ അമേരിക്കയുടെ നടപടി ഓഹരി വിപണിയിലടക്കം വലിയധികം പ്രതിസന്ധികളാണ് സൃഷ്ടിച്ചത്. എന്നാൽ അമേരിക്കയ്ക്ക് ചൈന തക്കതായ തിരിച്ചടി നൽകിയത് ഇന്ത്യൻ വിപണിയിൽ ആരോഗ്യകരമായി പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച US ഡോളറിനെതിരെ 57 പൈസയുടെ നഷ്ടം നേരിട്ട രൂപ ചൊവ്വാഴ്ച നില മെച്ചപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്റർബാങ്ക് ഫോറക്സ് വിപണിയിൽ രൂപ 13 പൈസ നേട്ടത്തിൽ 87.07 എന്ന നിരക്കിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു.